ഹായ് ഫ്രണ്ട്സ്, റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് സ്നാക്കായിട്ടും മിഠായി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പീനട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അധികം പൈസയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം നിലക്കടലയാണ്. ഇത് പച്ചക്കടലയാണ്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നിലക്കടല ഇട്ട് കൊടുക്കാൻ. നിലക്കടല നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് തീ കത്തിച്ച് വറുത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടത് വറുത്തെടുക്കുന്നത്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് വറന്ന് കിട്ടും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല മധുരവും കടലയുടെ രുചിയും ഒക്കെ കൂടിയാകുമ്പോൾ എത്ര കടല കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരും ഇത് കഴിക്കും. പിള്ളേർക്ക് ഹെൽത്തിനും വളരെ നല്ലതാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ കടല ഇവിടെ നല്ലോണം വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാങ്ങി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്കതിൻ്റെ തൊലിയൊക്കെ നല്ലോണം ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയത് ചൂടാറാൻ വേണ്ടിയാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയുടെ ചൂടൊക്കെ നല്ലോണം ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കടലയുടെ തൊണ്ടൊക്കെ നല്ലോണം പോകും കേട്ടോ. ഫുൾ കടലയും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കടല ഫുള്ളും നമ്മൾ തൊണ്ടൊക്കെ വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കടലയുടെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കടല ഇവിടെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 150 ഗ്രാം പൊരിക്കടലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല 300 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 8 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ എള്ളും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കറിയാം എള്ളൊക്കെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിലോട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ഇത്തിരി നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ്. അതിനുവേണ്ടി ഞാനൊരു 300 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലോണം ഉരുകണ വരെയും വയ്ക്കണം. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടും മെൽറ്റായിട്ടൊന്നുമില്ല, കണ്ടോ, ഓരോ കഷ്ണങ്ങളുണ്ട്. ഇത് മെൽറ്റ് ആവണവരെ നമുക്കിതൊന്ന് വയ്ക്കാം. അതിനുശേഷം നമ്മളിത് കടലയുടെ മിക്സർ ഇടാൻ പറ്റുന്ന ഒരു പാത്രം ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ മുകളിൽ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ പേപ്പറിലേക്ക് നമുക്കൊരു ഇത്തിരി എണ്ണ തടവി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രം എടുക്കാം കേട്ടോ. ചതുരത്തിലുള്ള പാത്രമോ നീളത്തിലുള്ള പാത്രം, ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ റൗണ്ടിലുള്ള പാത്രം എടുത്തു എന്നേ ഉള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ നമുക്ക് കടലയുടെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കടലയുടെ മിക്സിലോട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചിട്ട് അപ്പം തന്നെ നല്ലോണം കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് കട്ടയായി പോവും. അതുകൊണ്ട് നമ്മൾ മിക്സ് ഒഴിച്ചതും പെട്ടെന്ന് തന്നെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു പാകത്തിൽ നമ്മൾ പാനി ഒഴിച്ചാലും തണുക്കണതിനനുസരിച്ച് അത് കട്ടയായി വരും. അപ്പോൾ നമ്മൾ തണുക്കണതിന് മുമ്പ് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലായിടവും നല്ലോണം ഫില്ല് ചെയ്ത് സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് ഫില്ലാക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഇതുപോലെ ചൂടനെ തന്നെ ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഷേപ്പായി കിട്ടാൻ പാടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഉണ്ടോ? അപ്പോൾ നമ്മൾ നല്ലോണം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു ചൂടാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കടലക്കേക്ക് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിങ്ങനെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അതിൽ നിന്ന് വിട്ടു പോന്നോളും. നമ്മൾ ബട്ടർ പേപ്പർ ഇട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോന്നോളും. ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇതിൽ പാത്രത്തിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം.
ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള കേക്കാണിത്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. അവർക്ക് വൈകുന്നേരം ചായക്ക് സ്നാക്കായിട്ടും അല്ലെങ്കിൽ സമയത്ത് വെറുതെ മിഠായി പോലെ കഴിക്കാനും ഒക്കെ കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇന്ന ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് 1 മാസത്തോളം എടുത്തു വച്ചേർന്ന കേടുകൂടാതിരിക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.